കാരോലപ്പം അഥവാ ഉണ്ണിയപ്പം പെർഫെക്റ്റായി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. 4 കപ്പ് ഉണക്കലരി കഴുകി വൃത്തിയാക്കി ഒരു 15 മിനിറ്റ് വെച്ചാൽ അത് ഡ്രൈ ആയി കിട്ടും. അതിലേക്ക് 20 ഏലക്ക കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട, ചെറിയ തരിയോട് കൂടിയ പൊടി മതി. പച്ചരി വെച്ചും ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. 4 കപ്പ് അരിക്ക് 1 കിലോ ശർക്കര എന്നാണ് അളവ്. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയൊന്നും ആവണ്ട, നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് 8 പാളയംകോടൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പഴമാണെങ്കിൽ 10 എണ്ണം എടുക്കാം. അതും അരച്ച് മാറ്റി വെക്കാം. ശർക്കര പാനി ചൂടോടുകൂടി ആ പൊടിച്ച അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അരച്ച പഴം കൂടി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 2 മണിക്കൂർ മാറ്റി വെക്കാം. 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് ഒന്നുകൂടി ഒന്ന് കുറുകി ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇനി അടുത്തായിട്ട് 1/4 കപ്പ് നെയ്യിലേക്ക് 1 മുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇളം ബ്രൗൺ നിറത്തിൽ ഒന്ന് വറുത്തെടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളു കൂടി ചേർത്തിട്ട് മാവിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. അത് വീഡിയോയിൽ വന്നില്ല, വിട്ടുപോയി, ക്ഷമിക്കണം. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ഉണ്ണിയപ്പം വറുത്തെടുത്താൽ മതി. വെളിച്ചെണ്ണയോ നെയ്യോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. 2 മിക്സ് ചെയ്തും എടുക്കാം. ഈ ഒരു അളവിൽ 100 മുതൽ 120 ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം. 4 കപ്പ് അരി എന്ന് പറയുമ്പോൾ ഏകദേശം 850 ഗ്രാം ഉണ്ടാവും.